ഇതാണ് മുസ്ദലിഫ. നമ്മളിപ്പം അറഫയിൽ പോയി അറഫയിൽ നിന്ന് നമ്മൾ നേരെ വരേണ്ടത് മുസ്ദലിഫയിലേക്കാണ്. ദിവസവും സമയവും മാറ്റമുണ്ടെന്ന് മാത്രം. അറഫയിൽ പോവേണ്ടത് ദുൽഹജ്ജ് 9 ളുഹറിന് ശേഷമാണ്. അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് വരേണ്ടത് ദുൽഹജ്ജ് 9 രാത്രി 10 പുലർച്ചെ 12 മണിക്ക് ശേഷമാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ബാത്റൂമൊന്നും നോക്കൂല, എവിടെയെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് നമ്മളവിടെ കിടക്കും. എല്ലാവരും പെണ്ണുങ്ങളൊരു ഭാഗത്ത് ആണുങ്ങളൊരു ഭാഗത്ത് അവിടെ കിടക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടായി കാണണ്ട. ആ സമയത്ത് ഏറ്റവും സുഖമുള്ള ഒരുറക്ക് ഇവിടെയാണ്. വലിയ പണക്കാരെ കൂടെ ഹജ്ജിനൊക്കെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഈ ഒരു ഉറക്കിൻ്റെ സുഖം കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന കല്ലില്ലേ, ഇതുപോലെയുള്ള ചെറിയ കല്ല് പെറുക്കണം. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനത്തെ വലിയ കല്ലൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ വലിയ കല്ലൊന്നും പെറുക്കരുത്. ഈ ചെറിയ കല്ല് പെറുക്കി 70 എണ്ണം നമ്മളൊരു കുപ്പിയിലിടും. 70 എണ്ണം ആവശ്യം, പക്ഷേ നമ്മളൊരു 5-6 കല്ലൊക്കെ കൂടുതലിടും. അത് പെറുക്കി കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും, നേരെ ഇൻഷാ അല്ലാഹ് ഈ മുസ്ദലിഫയിൽ നിന്ന് നമ്മളടുത്ത് ലൊക്കേഷൻ ഉണ്ടാകും, നമ്മൾ മിനായിലേക്ക് നടന്നു പോകും. മിനായിലെ ടെൻറ്റിലെത്തി കഴിഞ്ഞതിന് ശേഷം ദുൽഹജ്ജ് 10 പുലർച്ചെ നമ്മൾ ജംറത്തുൽ അഖബ, 3 ജംറ ഉണ്ട്, ഊലുണ്ട്, ഉസ്ത ഉണ്ട്, അക്കബ ഉണ്ട്, ലാസ്റ്റ് ജംറ. അന്നത്തെ ദിവസം ജംറത്തുൽ അഖബൻ്റെ അടുത്ത് പോകും. അവിടെ ഇങ്ങനെ ഒരു ഫുള്ളില്ല, ഒരാഫേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വലിയ ഒരു സ്തൂപമുണ്ട്, ഒരു തൂണുണ്ട്. എല്ലാവരും പോയിട്ട് ആ തൂണിനെ എറിയുക. തൂണിനല്ല എറിയേണ്ടത്, നമ്മളതിൻ്റെ അടുത്ത് ദൂരേത് പോയിട്ട് എറിയണ്ട. ഇൻഷാ അല്ലാഹ് നമുക്കടുത്ത് പോയിട്ട് എറിയാം, അതിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ എറിയാം. നമ്മളതെന്ത് ചെയ്യുക, പേടിക്കാണ്ട് നമ്മളടുത്ത് പോയിട്ട് അവിടെ നിന്ന് പുരുഷന്മാരാണെങ്കിൽ കല്ലെടുത്തിട്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ അറിയേണ്ടത്. അല്ലാഹു അക്ബർ ഉണ്ടോ, അതുകൊള്ളൂ, അങ്ങനെയാണ് അറിയേണ്ടത്. സ്ത്രീകൾ അതുപോലെ എന്ത് ചെയ്യരുത്, കക്ഷം കാണുന്ന രീതിയിൽ ഉയർത്താൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക അറിയുക. അല്ലാതെ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് എറിയുക, എങ്ങനെ വരുക കല്ലെടുത്തിട്ട് എടുത്തിട്ട് നമ്മളവിടുന്ന് നായ്ക്കിടയില്ല, അതുപോലെ വന്നിട്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതും വലിയ കല്ലായിരിക്കും. അതല്ല, ചെറിയ കടലമണി പോലത്തെ കല്ലെടുത്തുകൊണ്ട് അവിടെ ശൈത്താനെ നമ്മൾ എറിയണം. ആ ജംറത്തുൽ അഖബയിൽ 7 പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്നറിയോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ